നിങ്ങൾക്ക് കൂടുതൽ കേട്ട് പരിചയമുള്ളതും എന്നാൽ അധികമൊന്നും അറിയാത്തതുമായിട്ടുള്ള ചിലതായിരിക്കും സാത്താനിസം, കറുത്ത കുർബാന എന്നിങ്ങനെയുള്ള വാക്കുകൾ. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നതിലൂടെ വലിയൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം. കാരണം ഇന്ന് സമൂഹത്തിൽ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകൾ പോലും ഇത് ചെയ്യാറുണ്ട്. കൂടാതെ ലിയോ എന്ന സിനിമയിലും ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എന്താണ് ഇതെല്ലാം? എങ്ങനെയാണ് ഇത് ഉണ്ടായത്? എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? സോ ഇന്ന് ക്രേസി പീഡിയ നിങ്ങളെ കൊണ്ടുപോകുന്നത് കറുത്ത കുർബാന എന്ന വികൃതമായൊരു ടോപ്പിക്കിലേക്കാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എന്നാൽ ദയവ് ചെയ്ത് ലേശം മനക്കട്ടിയുള്ളവർ മാത്രം ഈ വീഡിയോ തുടർന്ന് കാണുവാൻ ശ്രമിക്കുക. കറുത്ത കുർബാന എന്നത് 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ നിലവിലുള്ള ഒന്നാണ്. ഇത് ആദ്യകാലത്ത് ക്രൈസ്തവ സഭയിൽ വെച്ച് തന്നെ നടത്തിയിരുന്ന ഒന്നായിരുന്നു. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ ശത്രു സംഹാരം നടത്തുവാനായി അവരുടെ പെയിന്റിങ് മറ്റുമെല്ലാം വെച്ച് അവരുടെ പേര് വളരെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള രീതിയായിരുന്നു ഇത്. പിന്നീട് മധ്യകാലത്ത് ഇതിനെല്ലാം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് വരുത്തുകയുണ്ടായിരുന്നു. മുകളിൽ പറഞ്ഞതെല്ലാം മധ്യകാലത്ത്, അതായത് 6-ാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായിരുന്നതാണ്. ആദ്യകാലത്തെ കുർബാനയിൽ നിന്നും കറുത്ത കുർബാന വളരെ വ്യത്യസ്തമായി മാറുകയായിരുന്നു. ഇന്നത്തെ കറുത്ത കുർബാനയുടെ ആദ്യ മുഖങ്ങളായിരുന്നു അത് എന്ന് നമുക്ക് പറയാം. എന്നിരുന്നാലും ഇതെല്ലാം അന്ന് കാലത്ത് ക്രൈസ്തവ സഭയിൽ വെച്ച് തന്നെ നടന്നവയായിരുന്നു. അങ്ങനെയായിരുന്നുവെങ്കിൽ കറുത്ത കുർബാനയുടെ ചരിത്രം എവിടെ നിന്നാണ്? വർഷം 1500കളിൽ ഫ്രാൻസിൽ നിന്നാണ് തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു. പിന്നീട് 1600കളിൽ 2 പുരോഹിതരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. എന്നാൽ രാജാക്കന്മാർക്ക് വേണ്ടി കറുത്ത കുർബാന അർപ്പിച്ചു എന്നതിൻ്റെ പേരിൽ അന്നു മുതലാണ് ഇങ്ങനെ ഒരു ആചാരമുണ്ട് എന്ന് പുറം ലോകം അറിയാൻ തുടങ്ങിയത്. അവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രം എന്തായിരിക്കും അവിടെ നടന്നിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം അവിടെ നടന്നത് എന്താണ്. ലൂയിസ് 14 വേണ്ടിയായിരുന്നു അന്ന് കറുത്ത കുർബാന നടത്തിയത്. അദ്ദേഹത്തിന്റെ ഭാര്യയെ കറുത്ത കുർബാന ചെയ്യാൻ അയാൾ വിട്ടുകൊടുക്കുകയായിരുന്നു. അതിനുശേഷം ആ റാണിയെ അതിന് ഇരയാക്കുകയായിരുന്നു. ഇത്രയും നാം കണ്ടത് കറുത്ത കുർബാനയ്ക്ക് പിന്നിലെ ചരിത്രമായിരുന്നു. ഇനി നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. വളരെ പ്രൈവറ്റ് ആയിട്ടുള്ളതും ആളൊഴിഞ്ഞുമായിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് നടപ്പാക്കുക. സാധാരണ കുർബാനകളിൽ വൈദികന്മാർ വെള്ള വസ്ത്രമാണ് ധരിക്കുകയെങ്കിൽ ഇതിലെ വൈദികന്മാർ കറുത്ത വസ്ത്രമാണ് ധരിക്കുക. ശേഷം കുരിശിലേക്ക് വരുമ്പോൾ തലതിരിഞ്ഞ കുരിശാണ് ഇതിലുപയോഗിക്കുക. ക്രിസ്തു മതത്തിനെ തന്നെ എത്രത്തോളം നിന്ദിക്കാൻ പറ്റുമോ അത്രയും കറുത്ത കുർബാനയിൽ നിന്ദിക്കും. ക്രൈസ്തവ സഭയ്ക്ക് എതിരെ നിൽക്കുന്നവരോ ക്രിസ്തു മതത്തിന് എതിരെ നിൽക്കുന്നവരോ ആണ് ഇതിന് മുന്നിൽ നിൽക്കുക. ചുരുക്കി പറഞ്ഞാൽ സാത്താനിസ്റ്റുകൾ. അതിലെ ബലിപീഠത്തിൽ പശുവിനെയോ ആടിനെയോ ഭൂരിഭാഗം സ്ത്രീകളെയാണ് ഉപയോഗിക്കുക. അവരെ അതിൽ നഗ്നരാക്കി കടത്തിയതിനു ശേഷം കയ്യിൽ മെഴുകുതിരി കത്തിച്ചു വെക്കുകയും ചെയ്യും. പന്നിക്കൊഴുപ്പ് കൊണ്ടുണ്ടാക്കിയ മെഴുകുതിരികളാണ് ഇതിനുപയോഗിക്കുക. ശേഷം വിശുദ്ധ ബൈബിൾ നരിത്തോല് കൊണ്ട് പൊതിയുകയും ആർത്തവ രക്തം കൊണ്ടും മലമൂത്ര വിസർജനം കൊണ്ടും അത് അശുദ്ധിയാക്കുകയും ചെയ്യും. ബൈബിൾ മാത്രമല്ല, ആ സ്ത്രീയെ അടക്കം അവരങ്ങനെ ചെയ്യും. ഒപ്പം ഒരു നവജാത ശിശുവിനെ അവിടെ കഴുത്തറക്കുകയും ചെയ്യും. കൂടാതെ ചില കൂട്ടം സാത്താനിസ്റ്റുകൾ ആ കുട്ടിയെ കുരിശിൽ തറക്കുകയും എണ്ണയിൽ പൊരിച്ചെടുക്കുകയും വരെ ചെയ്യും. കറുത്ത കുർബാനയുടെ അവസാനം വലിയ രീതിയിൽ ഓപ്പണായിട്ട് ലൈംഗിക ബന്ധത്തിൽ പരസ്പരം ഏർപ്പെടുകയും ചെയ്യും. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെ ഭീകരത എത്രത്തോളമാണ് എന്ന്. ഇന്ന് സമൂഹത്തിൽ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആളുകളാണ് ഇത് കൂടുതലും ചെയ്യാറുള്ളത്. എന്തിന്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഇത് നടന്നു എന്ന് വാർത്തകളിൽ വലിയ രീതിയിൽ തന്നെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ചില ആഗ്രഹങ്ങൾ സാധിക്കാനും നേടിയെടുക്കുവാനും ആളുകൾ ഇത് ഇന്നും രഹസ്യമായി ചെയ്യുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. സോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യും.